അഷ്ടമത്തിലെ ചൊവ്വ സ്ത്രീ ജാതകത്തിലാണ് ദോഷമെങ്കിൽ സ്ത്രീയെ ആണ് ബാധിക്കുന്നത്. ഭർത്താവിൻ്റെ ജാതകത്തിലെ അഷ്ടമമാണ് ഭർത്താവിൻ്റെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത്. അഷ്ടഭാവ മംഗല്യയോഗം മാഡം, ഈ ഒരുപാട് യോഗങ്ങളെ പറ്റി ജാതകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഓരോ യോഗങ്ങളുണ്ടാകുമോ, അല്ലെങ്കിൽ ഒരു ജാതകൻ ഒരു ദൈവജ്ഞനെ വിളിച്ചിരുത്തി യോഗമുണ്ടോ, യോഗമില്ലെങ്കിൽ എന്താണ് കാരണം എന്നുള്ള പരിഹാരം മേടിക്കുന്നു. സാധാരണ പാരൻസ് ഒരു 20 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ, പെൺകുട്ടികളുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. ഈ അഷ്ടമംഗല്യ യോഗം, അഷ്ടഭാവ മംഗല്യ യോഗം എന്ന് പറയുമ്പോൾ കുട്ടികൾ, അവർക്ക് പാരൻസിന് പേടിയാണ്. അയ്യോ, ഇത് നല്ലതാണോ എൻ്റെ മോൾക്ക് വരുന്നത്, എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽ? യഥാർത്ഥത്തിൽ പറഞ്ഞാൽ മംഗല്യഭാവം എന്ന് പറയുമ്പം കല്യാണത്തിന്റെ ഭാവം 7 തന്നെയാണ്. 8-ലൊരു പാപൻ നിന്നാൽ, ഇപ്പൊ സ്ത്രീ ജാതകത്തിൽ 8-ലൊരു പാപൻ നിന്നാൽ ഭർത്താവിനെ കൊല്ലും എന്ന് പറയുന്നതിനകത്ത് ഒരു ലോജിക്കും ഇല്ല. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ എല്ലാ 8-ലെ ചൊവ്വയുടെ പിന്നാലെ 8-ലെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ആ ചൊവ്വയുടെ ദശാകാലം വരുന്നില്ല എങ്കിൽ, മകീര നക്ഷത്രത്തിൽ ഒരു ജനിച്ച കുട്ടിയായിരിക്കാം, 8-ലെ ചൊവ്വ നിൽക്കുന്നു, ആ ചൊവ്വയുടെ ദശാകാലം വരുന്നില്ല, വെറുതെ ആ ചൊവ്വയുടെ തൊഴിൽ കയറേണ്ട ആവശ്യമില്ല. ഒന്നത്. രണ്ടാമത്, എൻ്റെ ജാതകത്തിലുള്ള ദോഷം എനിക്കുള്ളതാണ്. അത് എങ്ങനെ എൻ്റെ ഹസ്ബൻഡിനെ ബാധിക്കും? തീർച്ചയായിട്ടും, ഉറപ്പായിട്ടും. അങ്ങനെയാണെങ്കിൽ ഹസ്ബൻഡിന്റെ ജാതകത്തിലെ ആയുർഭാവത്തിന് ഒരു പ്രസക്തി ഇല്ലേ? അതെ, ഇവിടെ ബാധിക്കണ്ടേ? അതെ, അത് മാത്രമല്ല, അതാണ് ഞാനും ചോദിക്കുന്നത്. സ്ത്രീയുടെ ജാതകത്തിലെ 8 ദോഷം ചെയ്യും ഭർത്താവിനെ, ഭർത്താവിന്റെ 8 സ്ത്രീയെ ബാധിക്കാത്ത എന്താ? അപ്പൊ എല്ലാം പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ ദോഷം? നക്ഷത്രം സ്ത്രീയിൽ നിന്ന് പുരുഷനിലേക്ക് എണ്ണുന്നു, സ്ത്രീയുടെ ജാതകത്തിലെ 8 ഭർത്താവിനെ കൊല്ലൂന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ട് പ്രമാണത്തിൽ, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, പ്രമാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രമാണത്തിൽ പറഞ്ഞിട്ടുള്ളത് അനുഭവത്തിൽ വരുന്നുണ്ടോ എന്നും കൂടി നോക്കണം. ആ ചൊവ്വയുടെ ദശാകാലം വരുന്നില്ല എങ്കിൽ, ഈ ഗോചരത്തിൽ സഞ്ചരിക്കുന്ന, അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അല്ലെങ്കിലും ദോഷം ചെയ്യും. എൻ്റെ ലഗ്നം അനുസരിച്ചിട്ട് എൻ്റെ ചൊവ്വ 4-ാം ഭാവാധിപനാണ്. എൻ്റെ 4-ാം ഭാവാധിപനായ ചൊവ്വ 9-ാം ഭാവാധിപൻ കൂടിയാണ്. അപ്പൊ ആ ചൊവ്വ യോഗകാരകനാണ്. ആ ചൊവ്വ 7-ൽ യാത്രാസ്ഥാനത്ത് സഞ്ചരിച്ചപ്പോൾ, ലഗ്നത്തിന്റെ 7-ൽ ശനിയുടെ കൂടെ ചൊവ്വ വന്നപ്പോൾ എനിക്കൊരു അപകടം വന്നു. അപകടം എന്ന് വെച്ചാൽ ഞാൻ മറിഞ്ഞു വീഴാനൊരു സാഹചര്യം ഉണ്ടായി. അപ്പം ആ എപ്പോഴും യോഗകാരകനായ ചൊവ്വയല്ലേ, അവിടെ അഷ്ടമത്തിലെ ചൊവ്വയല്ല, അല്ലെങ്കിലും ആ ചൊവ്വ ദോഷം ചെയ്തില്ലേ എന്ന് പറയുന്ന പോലെ അഷ്ടമത്തിലെ ചൊവ്വ ഭർത്താവിനെ കൊല്ലും, മംഗല്യസ്ഥാനം അഷ്ടമത്തിലെ ചൊവ്വയല്ല എന്നുള്ളത് മനസ്സിലാക്കണം. അഷ്ടമത്തിലെ ചൊവ്വയ്ക്ക് 7-ലെ ചൊവ്വയെ ചേർക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് പുരുഷ ജാതകത്തിൽ. ഇതുപോലൊരു ദുരിതമില്ല. കറക്റ്റിന് പറഞ്ഞാൽ 7-ാം ഭാവം നല്ലതായിരിക്കും, ആ കുട്ടിയുടെ 7-ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹം നല്ലതായിരിക്കും, നോക്കുന്ന ഗ്രഹം നല്ലതായിരിക്കും. ഈ ചൊവ്വയുടെ പേരും പറഞ്ഞ ഒരു പാപൻ നിൽക്കുന്ന ജാതകം ആ പാർട്ട്ണറുടെ ജാതകം ചേർക്കും. അതോടുകൂടി ആ കുട്ടിയുടെ ജീവിതം പോവും. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളുടെ മനസ്സിലുള്ള ജനങ്ങളുടെ മനസ്സിൽ ഇത് തിരിച്ചറിവ് ഉണ്ടാകണം. അഷ്ടമത്തിലെ ചൊവ്വ സ്ത്രീ ജാതകത്തിലാണ് ദോഷമെങ്കിൽ സ്ത്രീയെ ആണ് ബാധിക്കുന്നത്. ഭർത്താവിൻ്റെ ജാതകത്തിലെ അഷ്ടമമാണ് ഭർത്താവിൻ്റെ ആയുസ്സിനെ നിശ്ചയിക്കുന്നത്. പിന്നെ ആയുസ്സിനെ നിശ്ചയിക്കുന്ന ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ലഗ്നാധിപൻ ബലവാനായിരിക്കണം, അതേപോലൊരു അഷ്ടമാധിപൻ അവിടെ ബലവാനായിരിക്കും, പിന്നെ ആയുർകാരകനായ ശനി. ഇവർക്ക് 3 പേർക്കും ദോഷം വന്നാലേ ഒരാളിൻ്റെ ആയുസ് ദോഷം വരും. അങ്ങനെ ഇരിക്കെ സ്ത്രീ ജാതകത്തിലെ ചൊവ്വ 8-ൽ നിന്നാൽ ഭർത്താവിന് ഇത്രയും ഘടകങ്ങൾ ഒത്ത് സുഗമമായിട്ട് നിൽക്കുകയാണെങ്കിൽ എങ്ങനെ ദോഷമാകും? അതല്ലേ നമുക്ക് ലോജിക്കലി തിങ്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ 8-ൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് പകരം ഒരു 7-ലെ ചൊവ്വയുള്ള പയ്യനെ ചേർക്കുന്നതാണോ ശരി?
ഒരിക്കലുമല്ല. ഈ ഒരു സ്ത്രീ ജാതകത്തിന് ശുഭത്വം അല്ലെങ്കിൽ ശരി 7-ൽ പാവൻ നിൽക്കുന്ന കുട്ടിയും കൂടെ ആകട്ടെ, പിന്നെ ഒരു പാവനുള്ള ഒരു ജാതകത്തിനെ ചേർക്കുന്ന ആ ലോജിക്കിൽ നിന്ന് നമ്മൾ മാറണം. നമ്മുടെ ജനങ്ങളുടെ മനസ്സിലെ ആ തിങ്കിങ് മാറ്റം വരണം. യഥാർത്ഥത്തിൽ അത് ശരിയല്ല, ശാസ്ത്രീയമല്ല. ഈ 8-ലെ ചൊവ്വയല്ല ഒരാളിൻ്റെ ദോഷം കുറിക്കുന്നത്. അതുകൊണ്ട് ഈ ചൊവ്വാദോഷം എന്നുള്ള ചിന്ത, അത് അഷ്ടമത്തിലെ ചൊവ്വ മംഗല്യസ്ഥാനത്തിന് ദോഷമോ അല്ലെങ്കിൽ 8 മംഗല്യസ്ഥാനം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് ആൾക്കാർക്ക് സംസാരിക്കാനുള്ളൊരു ടോപ്പിക്കാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പല ജ്യോത്സ്യന്മാരും വന്നിട്ട് ഇതിനെ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം അല്ല, ഇങ്ങനെ പ്രമാണം പറഞ്ഞിട്ടുണ്ട്. ശരി, പ്രമാണം പറഞ്ഞിട്ടുണ്ട്, ഞാനും വായിച്ചിട്ടുണ്ട്, എനിക്കും അറിയാം. ആ പ്രമാണങ്ങളെല്ലാം അനുഭവത്തിൽ വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നത്. മനസ്സിലായോ? ദശാകാലം വരുന്നെങ്കിൽ നമുക്ക് അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ, അതും ആ വ്യക്തിക്ക് ദോഷം, അല്ലാതെ പാർട്ട്ണർക്ക് ദോഷമാകത്തില്ല. മനസ്സിലായോ? നമ്മളെ സതി നിർത്തലാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. അതേപോലെ ബാലവിവാഹം നിർത്തലാക്കിയ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണകാര്യ സഹിതം സതി നിർത്തലാക്കിയത് ഭർത്താവ് മരിച്ചാൽ ഭാര്യയും കൂടെ മരിക്കുകയാണെങ്കിൽ കുട്ടികൾ അനാഥമാകും എന്ന് പറയുന്നത് പോലെ ഈ ലോജിക്കില്ലാത്ത കാര്യങ്ങൾ നിർത്തലാക്കിയില്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ദാമ്പത്യ ജീവിതം അനാഥമാകും. തീർച്ചയായിട്ടും. ആ ദാമ്പത്യ ബന്ധം അനാഥമാകാതിരിക്കണമെങ്കിൽ ഈ തരത്തിലുള്ള ഈ ആയുർദോഷം, ഭർത്താവിനെ കൊല്ലുന്ന ചൊവ്വ എന്നുള്ള കൺസെപ്റ്റ് മാറണം. ലഗ്നത്തിൽ ചന്ദ്രൻ നിന്നാൽ മൂകത, ഉന്മാദം, മോഹോന്മത്ത ജലാന്ത നീച ബദിരപേക്ഷ ശശാങ്ക ഉദയേ. ശശാങ്കൽ ഉദയത്തിൽ നിന്നാൽ മൂക ഉന്മാദമുള്ളവരായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെയാണോ? പ്രമാണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും ഉന്മാദമുള്ള ആളാണോ എന്ന് ചോദിച്ചാൽ അടികിട്ടത്തില്ല. അതുപോലെ ലോജിക്കുള്ള കാര്യം സ്വീകരിക്കുക. 8-ൽ ചൊവ്വ നിൽക്കുന്നെങ്കിൽ ആ ദശാകാലം വരുന്നെങ്കിൽ ആ കുട്ടിക്ക് അത് ദോഷം ചെയ്യും. ഭർത്താവിൻ്റെ ആയുസ്സിനെ എടുക്കുന്നതിന് ഭർത്താവിൻ്റെ ആയുർഭാവമാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഒരു സ്ത്രീ ജാതകത്തിൽ 8-ൽ ചൊവ്വയുണ്ട്, ഒരു മാതാവിന് പേടിയാണെങ്കിൽ ഭർത്താവിൻ്റെ ആയുർഭാവം പരിശോധിക്കട്ടെ. അത് കുഴപ്പമാണെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ ഈ പറയുന്ന യോഗം അതിന് വലിയൊരു ക്ലാരിറ്റി മാഡം കൊടുത്തു. സാധാരണപ്പെട്ട ജനങ്ങളുടെ മനസ്സിനകത്ത് കൺസീവ് ചെയ്ത് കിടന്ന ഒരു എത്രയോ വർഷങ്ങൾ ഉള്ള പേടിയാണ്. അതിന് മേഡം ഒരു ക്ലാരിറ്റി കൊടുത്തു. വളരെ സന്തോഷം. എന്താ പറയുക, ഇതൊരു ഒരു പുതിയൊരു വഴിത്തിരിവായി മാറട്ടെ. ഈ മേഡം ഇപ്പം പറഞ്ഞ ഒരു സ്ത്രീ ഭാവത്തിൽ ആയുർദൈർഘ്യം നോക്കിയതിന് ശേഷം ഹസ്ബൻഡിന്റെ ഭാവം എടുത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ സംഭവം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എന്ത് പരിഹാരമാണ് എടുക്കാൻ പറ്റുക? യഥാർത്ഥത്തിൽ ആയുർദൈർഘ്യം പൊരുത്തം നോക്കുന്ന സമയത്ത് നോക്കേണ്ടതാണ്. പിന്നെ അതല്ല വരുന്നതെങ്കിൽ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഉള്ള കർമ്മങ്ങൾ എന്തെങ്കിലും, അമ്പലത്തിൽ ചെറിയ ഭക്തിജ്ഞ ഹോമം അതേപോലെയുള്ള സംഭവങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അത് പരിഹരിക്കാം. അതേപോലെ തന്നെ ആയുർദോഷം പരിഹരിക്കാനായിട്ട് മാസം തോറും ഒരു ഗണപതി ഹോമമോ അല്ലെങ്കിൽ ഒരു മത്തഞ്ഞ ഹോമോ ഒക്കെ നടത്തുന്നത് നല്ലതായിരിക്കാം. അതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇത് വിവാഹം നടക്കാതിരിക്കുന്നവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു സൊല്യൂഷനാണ് ഗണപതി ഹോമത്തിൽ സ്വയംവര മന്ത്രം ചൊല്ലി മുക്കുറ്റിയോ തെറ്റിപ്പൂവോ ഹോമിക്കാൻ പറയുക. ഏതെങ്കിലും ഒരു അമ്പലത്തിൽ കൊണ്ടുപോയി അങ്ങനെ ചെയ്യിക്കുക. അല്ലാതെ നമ്മൾ വീട്ടിൽ ഇത്ര ലക്ഷം രൂപയുടെ പൂജ നടത്തുക എന്നുള്ളതല്ല വേണ്ടുന്നത്. കാരണം അവർ തന്നെ ആ കർമ്മത്തിൽ പങ്കാളിയാകുമ്പോൾ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ ഇതിനും അങ്ങനെ ഒരു പരിഹാരം നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. വലിയൊരു തെറ്റാണ്, വലിയൊരു എന്താ പറയുക തെറ്റ് തിരുത്തലും വലിയൊരു രീതിയിലുള്ള ഒരു ഉൾക്കാഴ്ചയാണ് മാഡം കൊടുത്തത്. സന്തോഷം, നന്ദി.